നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇറാൻ ഉന്നയിക്കുന്നത് വലിയൊരു അവകാശവാദമാണ്. ഇറാൻ പറയുന്നത് തങ്ങൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ ആസ്ഥാനം വരെ തകർത്തു എന്നാണ്. ഏതാണ്ട് 150ഓളം സ്ഥലങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തി എന്നൊക്കെയാണ് ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത്. ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിലും ടെൽ അവീവ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ തങ്ങൾ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി എന്നാണ് ഇപ്പോൾ ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കാൻ അവർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന ആക്രമണവുമായി ഇറാനും രംഗത്തെത്തിയത്. ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് തങ്ങളുടെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയത് എന്നൊക്കെയാണ് ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയിലെ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചുവെന്നും തകർത്തുവെന്നും ഒരുപാട് പേരെ വധിച്ചുവെന്നൊക്കെ അവകാശവാദം ഉന്നയിച്ചതിൻ്റെ മറ്റൊരു പതിപ്പാണോ ഇപ്പോൾ ഇറാനും ചെയ്യുന്നത് എന്നാണ് സ്വാഭാവികമായും ഇപ്പോൾ പലരും ചോദിക്കുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ പൂർണ്ണമായും തന്നെ അടിച്ചമർത്തിയ രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അവരുടെ ആണവ പ്രതിരോധ സംവിധാനം മാത്രമല്ല, അവിടുത്തെ പ്രധാന സൈനിക മേധാവിയെ വരെ ഇസ്രായേൽ വധിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് യാതൊരു സംവിധാനങ്ങളും കയ്യിലില്ലാതെ ഇറാൻ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയത് എന്നാണ് പലരുടെയും സംശയം. ഇത് സ്വാഭാവികവുമാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് അവർ ഇപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇസ്രായേലിനാകട്ടെ അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവർക്ക് ലഭിച്ച അത്യന്താധുനിക മിസൈലുകൾ വരെ ഇറാന് നേർക്ക് പ്രയോഗിക്കാൻ അവർ ഉപയോഗിച്ചിരുന്നു. ഇറാന് വലിയൊരു പ്രഹരം നൽകാൻ തന്നെയാണ് ഇസ്രായേൽ ഇതിലൂടെ കഴിഞ്ഞത്. ഒരുപക്ഷെ ഈ ഒരു അപമാനത്തിൽ നിന്ന് തലയൂരാൻ വേണ്ടിയായിരിക്കാം ഇറാൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് വേണം കരുതാൻ. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ സൈനിക മേധാവി മാത്രമല്ല, അവരുടെ റവല്യൂഷണറി ഗാർഡിൻ്റെ തലവനും അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞന്മാരും എല്ലാം തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കാരണം ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നതിന് നേതൃത്വം നൽകിയിരുന്ന ആണവ ശാസ്ത്രജ്ഞന്മാരെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലൂടെ വധിച്ചിരിക്കുന്നത്. സ്വന്തം നാട്ടുകാരിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് നേരിടുന്ന ഇറാനിലെ മതഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഞങ്ങൾ അവരെ തോൽപ്പിച്ചു എന്ന് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കാം അവർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയ്ക്ക് മുതിർന്നത് എന്ന് വേണം കരുതാൻ. ഇസ്രായേൽ ആകട്ടെ തങ്ങൾ ഇറാൻ ആക്രമിച്ചതിന് തെളിവുകൾ ഹാജരാക്കിയപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശം യാതൊരു തെളിവുകളും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഇറാന് ശക്തമായ മറുപടിയുമായി ഇസ്രായേൽ രംഗത്ത് വന്നു. ഇനി ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയാൽ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ നിന്ന് കത്തും എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് ഒരു പരമാധികാര രാഷ്ട്രമായ ഇസ്രായേലിന് നേർക്ക് കാലങ്ങളായി തീവ്രവാദ സംഘടനകളെ ഉപയോഗിച്ച് നിരന്തരമായി ആക്രമണം നടത്തുകയായിരുന്നു ഇറാനെന്നും ഇക്കാര്യത്തിൽ ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ തങ്ങൾ നൽകിയിരിക്കുന്നത് എന്നുമാണ്. ഇറാൻ്റെ പ്രോക്സി സംഘടനകളായ ഹിസ്ബുള്ള ഹമാസിനെയൊക്കെ തന്നെ തങ്ങൾ വകവരുത്തി കഴിഞ്ഞുവെന്നും ഇനി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനോ മറ്റോ പദ്ധതിയിട്ടാൽ അതിശക്തമായ തോതിൽ തന്നെയായിരിക്കും തിരിച്ചടിക്കുകയെന്നും ഇറാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയൊരു ആക്രമണമായിരിക്കും ഇനി ഞങ്ങൾ നടത്തുക എന്നും ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇനിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ നെതന്യാഹുവിൻ്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ നിലംപരിശാക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് പൂർത്തിയാകുന്നത് വരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്. പരോക്ഷമായെങ്കിലും അമേരിക്കയുടെ എല്ലാവിധ സഹായങ്ങളും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇസ്രായേലിന് ലഭിക്കുന്നുമുണ്ട്.